നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ആതിര രവീന്ദ്രൻ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി. പവർഡ് ബൈ ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. സംസ്ഥാനത്ത് 66,000 തൊട്ട് സ്വർണ്ണവിലയുടെ കുതിപ്പ് തുടരുന്നു. ഇന്ന് 320 രൂപ വർദ്ധിച്ച് 66,320 ഉയർന്ന സ്വർണ്ണവില പുതിയ ഉയരം കുറിച്ചു. ഗ്രാമിന് 40 രൂപയാണ് വർദ്ധിച്ചത്. 8,290 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. ഇന്നലെയാണ് സ്വർണ്ണവില ആദ്യമായി 66,000 തൊട്ടത്. വെള്ളിയാഴ്ചയാണ് സ്വർണ്ണവില ആദ്യമായി 65,000 കടന്നത്. ശബരിമല ദർശനം നടത്തിയ മോഹൻലാൽ നടൻ മമ്മൂട്ടിയുടെ പേരിൽ ഉഷപൂജ നടത്തി. ഭാര്യ സുചിത്രയുടെ പേരിലും നടൻ വഴിപാടർപ്പിച്ചു. മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രത്തിലാണ് മമ്മൂട്ടിക്കായി മോഹൻലാൽ വഴിപാട് നടത്തിയത്. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് മോഹൻലാൽ അയ്യപ്പ സന്നിധിയിൽ എത്തിയത്. മോഹൻലാലിനെ അഭിനന്ദിച്ച് KT ജലീൽ MLA രംഗത്തെത്തി. ഇതാണ് കേരളം, ഇങ്ങനെയാവണം നമ്മുടെ രാജ്യം. മോഹൻലാലിന് ഹൃദയത്തിൽ തൊട്ട അഭിനന്ദനങ്ങൾ. മമ്മൂക്ക ഇനിയും ഒരുപാട് കാലം മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കട്ടെയെന്നും KT ജലീൽ കുറിച്ചു. കോഴിക്കോട് ഇങ്ങാപ്പുഴയിൽ ഷിബിലയെ ഭർത്താവ് യാസിർ വെട്ടിക്കൊലപ്പെടുത്തിയത് സ്വബോധത്തോടെയെന്ന് പോലീസ്. ആക്രമണ സമയത്ത് യാസിർ ലഹരി ഉപയോഗിച്ചിട്ടില്ലെന്ന് വൈദ്യപരിശോധനയിൽ സ്ഥിരീകരിച്ചു. ബാഗിൽ കത്തിയുമായാണ് യാസിർ എത്തിയതെന്നും തടഞ്ഞവരെ ഇയാൾ കത്തി കാട്ടി ഭീഷണിപ്പെടുത്തിയെന്നും ദൃക്സാക്ഷി നാസർ പറയുന്നു. അതേസമയം യാസിർ സ്ഥിരമായി ലഹരി ഉപയോഗിച്ചിരുന്നെന്നും തന്നെ നിരന്തരം മർദ്ദിച്ചിരുന്നതായും ചൂണ്ടിക്കാട്ടി ഷിബില മുൻപ് നൽകിയ പരാതി പോലീസ് അവഗണിച്ചതായും ആക്ഷേപമുണ്ട്. 6:35 ഭാര്യ വീട്ടിലേക്ക് എത്തിയ യാസിർ ആദ്യം ഭാര്യയെ ആക്രമിച്ചു. ഭാര്യ ഷിബിലയെ യാസിർ കത്തികൊണ്ട് കുത്തുകയായിരുന്നു. ഇത് തടയുവാൻ എത്തിയപ്പോഴാണ് ഷിബിലയുടെ മാതാവിനും പിതാവിനും വെട്ടേറ്റത്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. വോട്ടർ രേഖകൾ ആധാർ ഡാറ്റാബേസുമായി ബന്ധിപ്പിക്കും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ UIDAIയും ചേർന്നാണ് ഇത് നടപ്പാക്കുക. 1950 ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ 23(4), 23(5), 23(6) എന്നിവ അനുസരിച്ചാണ് ലിങ്കിംഗ് നടത്തുക. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ആഭ്യന്തര മന്ത്രാലയം, നിയമ മന്ത്രാലയം, IT മന്ത്രാലയം, UIDAI എന്നിവയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരാണ് യോഗത്തിൽ പങ്കെടുത്തത്. വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ആരോപിച്ച് പ്രതിപക്ഷം രംഗത്തെത്തിയ പശ്ചാത്തലത്തിലാണ് തീരുമാനം. ആധാറും വോട്ടർ IDയും ബന്ധിപ്പിച്ചാൽ പിന്നീട് ക്രമക്കേടിനുള്ള സാധ്യത വിരളമാകും എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഗമനം. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ല, സർക്കാർ വിളിച്ച ചർച്ച പരാജയമെന്ന് സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സ്. വരും ദിവസങ്ങളിൽ അതിശക്തമായ സമരം തുടരുമെന്ന് ആശാ വർക്കേഴ്സ് അറിയിച്ചു. സംസ്ഥാന NHM ഓഫീസിലാണ് ചർച്ച നടന്നത്. NHM ഡയറക്ടറാണ് ചർച്ചയ്ക്ക് വിളിച്ചത്. NHM ഡയറക്ടർ വിനോയ് ഗോയലിന്റെ നേതൃത്വത്തിലാണ് ചർച്ച നടന്നത്. നിരാഹാര സമരത്തിലേക്ക് ഉൾപ്പെടെ കടന്ന സമരം ശക്തമാക്കാനിരിക്കെയാണ് ആശാവർക്കർമാരെ ചർച്ചയ്ക്ക് സർക്കാർ വിളിച്ചത്. ആവശ്യങ്ങളിൽ നിന്നും ഒരടി പിന്നോട്ടില്ലെന്നും ചർച്ചയ്ക്ക് വിളിച്ചതിൽ സന്തോഷമുണ്ടെന്നും പ്രതീക്ഷയുണ്ടെന്നും ആശാവർക്കർമാർ പ്രതികരിച്ചു. കൊല്ലം മയ്യനാട് താന്നിയിൽ 2 വയസ്സുള്ള കുഞ്ഞിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷം മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്തു. വിദേശത്ത് ജോലി ചെയ്തിരുന്ന അജീഷ് 1 വർഷം മുൻപാണ് നാട്ടിലെത്തിയത്. കുടുംബത്തിന് സാമ്പത്തിക ബാധ്യതയുണ്ടെന്നും അടുത്തയിടെ അജീഷിന് ക്യാൻസർ സ്ഥിരീകരിച്ചിരുന്നതായും നാട്ടുകാർ പറഞ്ഞു. കുട്ടിക്കും ജനന സമയം മുതൽ ശാരീരിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചികിത്സകൾക്ക് ധാരാളം പണം ചിലവായിരുന്നു. ഇതെല്ലാമാണ് കുടുംബത്തെ കടക്കെണിയിൽ ആക്കിയത് എന്നാണ് വിവരം. ചൊവ്വാഴ്ച ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 400-ലധികം പേർ കൊല്ലപ്പെട്ടതായി പലസ്തീൻ ആരോഗ്യ അധികൃതർ പറഞ്ഞു. വെടിനിർത്തൽ ആരംഭിച്ചതിന് ശേഷം ഏകദേശം 2 മാസത്തെ ആപേക്ഷിക ശാന്തതയാണ് ഇത് തകർത്തത്.
ആക്രമണം തുടക്കം മാത്രമാണെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇസ്രായേലും പാലസ്തീൻ തീവ്രവാദ സംഘടനയായ ഹമാസും പരസ്പരം വെടിനിർത്തൽ ലംഘിച്ചതായി ആരോപിച്ചു. ജനുവരി മുതൽ വ്യാപകമായി നിലനിന്നിരുന്നു ഇത്. തകർന്നടിഞ്ഞ ഗസയിലെ 2.3 ദശലക്ഷം നിവാസികൾക്ക് യുദ്ധത്തിൽ നിന്നും ആശ്വാസം വാഗ്ദാനം ചെയ്തു. 2023 ഒക്ടോബർ 7 ആക്രമണത്തിൽ പിടിച്ചെടുത്ത 250ഓളം ഇസ്രായേൽ ബന്ദികളിൽ 59 പേരെ ഇപ്പോഴും ഹമാസ് കൈവശം വച്ചിട്ടുണ്ട്. പോരാട്ടം അവസാനിപ്പിക്കുന്നതിനുള്ള സ്ഥിരമായ ഒരു കരാറിനായി ചർച്ച നടത്താനുള്ള മധ്യസ്ഥരുടെ ശ്രമങ്ങളെ ഇസ്രായേൽ അപകടത്തിലാക്കുന്നുവെന്ന് ഹമാസ് ആരോപിച്ചു. ഉത്തർപ്രദേശിലെ മീററ്റിൽ മർച്ചന്റ് നേവി ഉദ്യോഗസ്ഥനെ ഭാര്യയും കാമുകനും ചേർന്ന് കൊലപ്പെടുത്തി. മൃതദേഹം വെട്ടിമുറിച്ച നിലയിൽ സിമന്റ് നിറച്ച പ്ലാസ്റ്റിക് ഡ്രമ്മിനുള്ളിൽ ഒളിപ്പിച്ചു. സൌരഭ് രജ്പുത് ലണ്ടനിൽ നിന്നും മീററ്റിലേക്ക് മടങ്ങിയെത്തിയതായിരുന്നു. അവിടെ അദ്ദേഹം ജോലി ചെയ്തിരുന്നു. പ്രണയത്തിനൊടുവിൽ 2016 മുസ്കൻ റസ്തോഗിയെ വിവാഹം കഴിച്ച സൌരഭ് കഴിഞ്ഞ 3 വർഷമായി ഭാര്യയോടും അവരുടെ 5 വയസ്സുള്ള മകളോടുമൊപ്പം ഒരു വാടക വീട്ടിൽ താമസിച്ചു വരികയായിരുന്നു. സൌരഭിനെ അവസാനമായി കണ്ടത് മാർച്ച് 4, അതായത് കൊല്ലപ്പെട്ടതായി ആരോപിക്കപ്പെടുന്ന ദിവസമാണ് എന്ന് പോലീസ് പറഞ്ഞു. ചോദ്യം ചെയ്യലിൽ മുസ്കാനും കാമുകൻ സാഹിലും മാർച്ച് 4 സൌരഭിനെ കുത്തിക്കൊലപ്പെടുത്തിയതായി സമ്മതിച്ചു. തുടർന്ന് മൃതദേഹം കഷ്ണങ്ങളാക്കി അവശിഷ്ടങ്ങൾ ഒരു പ്ലാസ്റ്റിക് ഡ്രമ്മിൽ സൂക്ഷിച്ച് കുറ്റകൃത്യം മറച്ചുവെക്കുവാൻ അതിൽ സിമന്റ് നിറച്ചതായി പോലീസ് പറഞ്ഞു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.